നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എല്ലാ കമ്പനികളും മൊബൈൽ ഫോണുകളിൽ കേന്ദ്ര സർക്കാരിന്റെ സഞ്ചാർ സാധി മൊബൈൽ ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. സൈബർ സുരക്ഷയ്ക്ക് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കാനൊരുങ്ങിയ സഞ്ചാർ സാധി ആപ്പിനെതിരെ കടുത്ത പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നാടകീയ തീരുമാനം. ഫോണിൽ നിന്ന് നീക്കം ചെയ്യാനാകാത്ത വിധത്തിൽ മൊബൈലുകളിൽ സഞ്ചാർ സാധി ആപ്പ് ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രാലയം ഫോൺ നിർമ്മാതാക്കൾക്ക് രഹസ്യമായി നൽകിയ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തായതോടെയാണ് കടുത്ത പ്രതിഷേധമുയർന്നത്. ഇതിൽ ദുരൂഹതയുണ്ടെന്നും സൈബർ സുരക്ഷയുടെ മറവിൽ വ്യക്തികളെ നിരീക്ഷിക്കാനുള്ള ഗൂഢതന്ത്രമാണ് ഇതിന്റെ പിന്നിലെന്നും പ്രതിപക്ഷം കടുത്ത ആരോപണം ഉന്നയിച്ചു. ഇതോടെ ആപ്പ് നിർബന്ധമല്ലെന്നും ഡിലീറ്റ് ചെയ്യാനാകുമെന്നും കഴിഞ്ഞ ദിവസം ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്പനികൾ ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണമെന്ന ഉത്തരവും കേന്ദ്രം പിൻവലിച്ചിരിക്കുന്നത്. ടെലികോം മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും സ്വകാര്യതയ്ക്കുള്ള അവകാശം ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞിരുന്നു. ഇത്തരമൊരു ആപ്പ് നിർബന്ധമാക്കുന്നത് ജനാധിപത്യത്തെ കുഴപ്പത്തിലാക്കുന്നുവെന്ന് ശശി തരൂർ എം.പിയും പ്രതികരിച്ചിരുന്നു. ബിഗ് ബോസ് മാതൃകയിലുള്ള നിരീക്ഷണ സംവിധാനമാണിതെന്നായിരുന്നു ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് പ്രിയങ്ക ചതുർവേദിയുടെ പരിഹാസം. ആപ്പിന് ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ അവർ സ്വയം ഇൻസ്റ്റാൾ ചെയ്യുമെന്നും അതിനാൽ പ്രീ ഇൻസ്റ്റാൾ വേണ്ടെന്നുമാണ് ഉത്തരവ് പിൻവലിച്ചതിൽ ടെലികോം മന്ത്രാലയത്തിന്റെ വിശദീകരണം. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് CPM MP ജോൺ ബ്രിട്ടാസ് ആണെന്ന വെളിപ്പെടുത്തലുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അക്കാര്യത്തിൽ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. സർവ്വസമ്മതത്തോടെയാണ് PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രവുമായി കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തന്നെ കണ്ട് സമ്മതം അറിയിച്ചിരുന്നുവെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പിന്നീട് എന്ത് സംഭവിച്ചുവെന്നറിയില്ല. സംസ്ഥാന സർക്കാരിലെ ആഭ്യന്തര തർക്കം മൂലം പദ്ധതി നടപ്പാക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. ആശയക്കുഴപ്പമുണ്ടാക്കിയത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി. അതേസമയം മന്ത്രിയുടെ വാക്കുകൾ തള്ളാതെയായിരുന്നു സഭയിൽ ബ്രിട്ടാസിന്റെ പ്രസംഗം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ N. വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കട്ടളപ്പാളി കേസിൽ N. വാസു മൂന്നാം പ്രതിയാണ്. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ ശുപാർശയിലാണ് കട്ടളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയതെന്നാണ് SITയുടെ കണ്ടെത്തൽ. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് വാസുവിന് ജാമ്യം അനുവദിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. ഇതോടെ വാസു ജയിലിൽ തുടരും. സ്ത്രീപീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നില്ല. ജാമ്യാപേക്ഷയിൽ വ്യാഴാഴ്ച തുടർവാദം നടക്കും. സെഷൻസ് കോടതിയിലെ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഇന്ന് ജാമ്യാപേക്ഷയിലെ വാദം നടന്നത്. വാദപ്രതിവാദങ്ങൾ കേട്ട കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മറ്റ് തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷനും വാദിച്ചു. നിലവിൽ 7 ദിവസമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും ഇക്കാര്യത്തിൽ കോടതി തീർപ്പ് പറഞ്ഞില്ല. അറസ്റ്റിന് തടസ്സമില്ലെങ്കിലും ജാമ്യാപേക്ഷയിൽ വ്യാഴാഴ്ചയായിരിക്കും കോടതി വിധി വരിക. ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള പരാതികളിൽ നടപടി കടുപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായി. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായെന്ന പ്രസ്താവനയുമായി K. മുരളീധരൻ രംഗത്ത് വന്നു. ഇതിന് പിന്നാലെ ഷാനിമോൾ ഉസ്മാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന B. നായർ തുടങ്ങിയവരും രംഗത്ത് വന്നു. രാഹുൽ നാടിന് അപമാനമാണെന്നായിരുന്നു ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് KK രമ MLAയും ആവശ്യപ്പെട്ടു. സമ്മർദ്ദം ശക്തമായതോടെ കോൺഗ്രസ് കടുത്ത നടപടി വൈകാതെ സ്വീകരിക്കുമെന്നാണ് സൂചന. ഇതിനിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പത്രസമ്മേളനം നടത്തിയെങ്കിലും നടപടികൾ ഉചിതമായ സമയത്തുണ്ടാകുമെന്ന് മാത്രമാണ് പ്രതികരിച്ചത്. നടപടി വേണമെന്ന നിലപാടാണ് AICCയും സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. വ്യാഴാഴ്ച വൈകുന്നേരം 5 വരെയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ഗൂഢാലോചന പരിശോധിക്കണമെന്നും ഓഫീസ് സെർച്ച് ചെയ്യണമെന്നുമാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൂജപ്പുര ജയിലിൽ നിരാഹാരം തുടരുകയായിരുന്നു രാഹുൽ ഈശ്വർ. ക്ഷീണമുള്ളതിനാൽ ഡ്രിപ്പിടാൻ രാഹുലിനെ ആശുപത്രിയിലേക്ക് മാറ്റി. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ശനിയാഴ്ച സെഷൻസ് കോടതി പരിഗണിക്കും. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ക്ഷീണത്തിന് ശേഷം തിരിച്ചുകയറി സ്വർണ്ണവില. അതേസമയം രൂപയുടെ മൂല്യം ചരിത്രത്തിലാദ്യമായി $1 90 രൂപയും കടന്ന് താഴേക്ക് പോയി. സ്വർണത്തിന് ഇന്ന് ഗ്രാമിന് 65 രൂപയും പവന് 520 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 11,970 രൂപയിലും പവന് 95,760 രൂപയിലുമായാണ് വ്യാപാരം. ചൊവ്വാഴ്ച ചരിത്രത്തിലാദ്യമായി $1 90 എന്ന നിലയിലേക്ക് വീണ രൂപ ഇന്ന് രാവിലെ 90.14 ഇടിഞ്ഞു. നടൻ ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനിയായ വേഫ്രർ ഫിലിംസിന്റെ പേരിൽ കാസ്റ്റിംഗ് കൗച്ച് നടത്തിയ കേസിൽ അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബു അറസ്റ്റിൽ. എറണാകുളം സൗത്ത് പോലീസ് SHO PR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ ദിനിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വേഫ്രർ ഫിലിംസിന്റെ പേര് പറഞ്ഞ് എറണാകുളം സ്വദേശിയെ യുവതിയെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു പരാതി. കഴിഞ്ഞ മാസമാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്.
ശബരിമലയിൽ പോക്കറ്റടി സംഘങ്ങളുടെ ശല്യം അതിരുവിട്ടതോടെ മോഷ്ടാക്കളെ കുടുക്കാൻ പോലീസ് തെരച്ചിൽ തുടങ്ങി. 40 കേസുകൾ രജിസ്റ്റർ ചെയ്തു. നീലിമല ഭാഗങ്ങളിലാണ് പ്രധാനമായും പോക്കറ്റടി, മോഷണം എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടങ്ങളിൽ പ്രത്യേക സംഘം കൂടുതൽ പരിശോധന നടത്തും. അപ്പാച്ചിമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അവിടെ കൂടുതൽ പരിശോധന നടത്തുമെന്ന് പമ്പ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ CK മനോജ് പറഞ്ഞു. രേഖകളില്ലാതെ ഓട്ടോയിൽ കടത്തുകയായിരുന്ന 22.5 ലക്ഷം രൂപയുമായി യുവാവ് നാദാപുരം എക്സൈസിന്റെ പിടിയിൽ. കണ്ണൂർ ചെമ്പിലോട് പുതിയടത്ത് വീട്ടിൽ വിപിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ ആരോൺ കോശി വർഗീസും സംഘവും ചേർന്ന് പിടികൂടിയത്. ഇന്നലെ രാത്രിയാണ് സംഭവം. നാദാപുരം പെരിങ്ങത്തൂർ സംസ്ഥാന പാതയോട് ചേർന്ന റോഡിൽ വാഹന പരിശോധനയ്ക്കിടെ KL 13Y8221 നമ്പർ ഓട്ടോയിൽ നിന്നാണ് പണം പിടികൂടിയത്. 500 രൂപയുടെ 45 കെട്ടുകളാക്കിയായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. വയനാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പനമരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ഇബ്രാഹിം കുട്ടിയാണ് വെള്ളമുണ്ട പോലീസ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. നെടുമ്പാശ്ശേരിയിൽ വയോധിക അടിയേറ്റ് മരിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. നെടുമ്പാശ്ശേരിയിൽ താമസിക്കുന്ന 75-കാരി അനിത കൊല്ലപ്പെട്ട കേസിലാണ് മകൻ ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. ഞായറാഴ്ചയാണ് അനിതയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. മകൻ തന്നെയാണ് അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടത്തിൽ അനിതയുടെ ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തി. അമ്മയും മകനും വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.